ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2205. ഇന്ന് ജനുവരി മാസം 13-ാം തീയതി. പൊതുവെ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും താല്പര്യപ്പെടുക ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളുടെ കണക്കെടുത്ത് കൂട്ടിക്കുറിച്ചു വെക്കാനാണ്. നേടിയതൊക്കെ കരങ്ങളിലിരിക്കെ തന്നെയാണ് നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നത്. നഷ്ടം തന്നെയാണ്. എന്നാലും ഒരിക്കൽ വളരെ സാധുവായൊരു മനുഷ്യൻ ബുദ്ധന്റെ അരികിലെത്തി. അയാൾ ബുദ്ധനോട് ചോദിച്ചു, ഗുരു, ഈ ലോകത്തില് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദരിദ്രനായി മാറാൻ കാരണം? ബുദ്ധന്റെ മറുപടി എന്തായിരുന്നു? നിനക്കുള്ളത് നീ മറ്റുള്ളവർക്ക് നൽകാൻ പഠിക്കാത്തതാണ് നിന്റെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ അയാൾ ഇങ്ങനെ കണ്ണു നിറഞ്ഞു പറയുകയാണ്, എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. ബുദ്ധൻ വീണ്ടും പറഞ്ഞു, നിനക്ക് നൽകാൻ പലതുമുണ്ട് നിന്റെ കയ്യിൽ. നിന്റെ സുന്ദരമായ മുഖം, ആ മുഖത്തു നിന്ന് പുഞ്ചിരി മറ്റുള്ളവർക്കായി നൽകാം. നിന്റെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ മറ്റുള്ളവർക്കായി നൽകാം. നിന്റെ ഹൃദയം മറ്റുള്ളവർക്കായി തുറന്നു വെക്കാം. നിന്റെ കണ്ണുകൾ മറ്റുള്ളവരുടെ നന്മ കാണാനായി തുറക്കാം. അതവർക്ക് എന്തുമാത്രം പ്രോത്സാഹനമാകും. നിന്റെ കൈകൾ, ആ കരങ്ങളാൽ അനേകം പേരെ പല വിധത്തില് സഹായിക്കാം. ആയതിനാല് നീ എങ്ങനെയാണ് ദരിദ്രനാകുന്നത്? ഒരു വർഷം കടന്നു പോയപ്പോഴും നമ്മൾ കണക്കെടുത്തത് ഇല്ലാത്തതിന്റെയും നഷ്ടങ്ങളുടെയും ഒക്കെയാണ്. ലാഭം, നഷ്ടം, രോഗം, ആശുപത്രിവാസം, ഇവയുടെ കൂട്ടിക്കിഴക്കൽ നടത്തുന്ന നാം പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിത അനുഭവങ്ങളുടെ ത്രാസ് നമ്മുടെ മുമ്പിലുണ്ട്. അതില് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം നമ്മൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? നമ്മൾ അനുഭവിച്ച ചില മോശപ്പെട്ട അനുഭവങ്ങളുടെ പേരില് ഈ നന്മകളുടെ കൂമ്പാരത്തെ നമ്മൾ അവഗണിക്കണം. ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 116-ാമത്തെ സങ്കീർത്തനത്തിൽ അതുണ്ട്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം നൽകും? ഇതേ സങ്കീർത്തനത്തിൽ തുടരുന്നുണ്ട് കേട്ടോ ദാവീദ്, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവം ചെയ്ത നന്മകളെ നന്ദിയോടെ ഓർക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് സ്വയം ഒന്ന് മാറാം. മറ്റുള്ളവരെ മാറ്റാനായിട്ട് പരിശ്രമിക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.